والصلاة والسلام على سيد المرسلين وعلى آله وأصحابه وأتباعه أجمعين. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإني مرسلة إليهم بهدية فناظرة بما يرجع المرسلون. صدق الله العظيم. أجيبوا الداعي ولا تردوا الهدية ولا تضربوا المسلمين. قال رسول الله صلى الله عليه وسلم. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, വിശുദ്ധ ആയത്തുകളും ഹദീസുകളും കൊണ്ട് നമ്മുടെ കണ്ണും കാതും ഖൽബുമെല്ലാം അല്ലാഹു പവിത്രവും പരിശുദ്ധവുമാക്കി തരട്ടെ. ഉപകാരപ്പെട്ട അറിവുകൾ അല്ലാഹു നമുക്ക് വർദ്ധിപ്പിച്ചു നൽകട്ടെ. കഴിഞ്ഞ 1-2 ദിവസവുമായി ദാനത്തിൻ്റെ മര്യാദകളും സ്വീകരിക്കുന്നവരുടെ കടപ്പാടുകളും കടമകളുമൊക്കെ സൂചിപ്പിക്കുകയുണ്ടായി. യാചിക്കലും ചോദിച്ചു വരുന്നതുമൊന്നും അത്ര നല്ല പണിയല്ല എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ചില ആളുകൾ തകരാറൊന്നുമില്ലെങ്കിലും ദൂഷ്യങ്ങളൊന്നുമില്ലെങ്കിലും നല്ലതാണെങ്കിൽ പോലും ചിലപ്പോൾ തിരസ്കരിച്ചു പോകും. ദാനം തിരസ്കരിക്കുക എന്നുള്ളതിലും ഒരു നിയമം ഇസ്ലാമിലുണ്ട്. ദാനം ആരെങ്കിലും നമ്മൾ ചോദിച്ചു ചെല്ലാതെ, ആരുടെയെങ്കിലും മുമ്പിൽ നമ്മൾ തലനീട്ടി കൊടുത്തിട്ട് എനിക്ക് വേണം എന്ന് ശരീരഭാഷ കൊണ്ട് പറയാതെ നമുക്ക് ആരെങ്കിലും വെച്ചു നീട്ടി തന്നാൽ അത് സ്വീകരിക്കുന്നതിന് യാതൊരുവിധ സങ്കോചവും ഉണ്ടാകേണ്ടതില്ല. എന്നല്ല, തന്നത് സ്വീകരിക്കുകയും മടക്കാതിരിക്കുകയും പാടില്ല, തിരസ്കരിക്കാതിരിക്കണം. എനിക്ക് വേണ്ടാന്ന് പറഞ്ഞാക്കരുത്, ഒഴിവാക്കരുത്. ചോദിക്കാതെ കിട്ടിയത് സ്വീകരിക്കുന്നതിന് യാതൊരുവിധ ശുദ്ധിമുറവും ഇല്ല. മഹാനവറുകൾ പറയണം, അമ്മ ഇതാ ശൈഹം മിനദ്ദുനിയ, ഭൗതികമായിട്ടുള്ള എന്തെങ്കിലും നേട്ടങ്ങൾ നിനക്ക് ലഭിച്ചാൽ മിൻ ഗൈരി മസ്അലത്തി, ചോദിച്ചിട്ട് കിട്ടിയതല്ല, വലസ്തിശ്റാഫി നഫ്സി, തലനീട്ടി കൊടുത്തിട്ട് കിട്ടുന്നതും അല്ല, എങ്കിൽ ഫഖുദുഹു, നീ അത് വാങ്ങിക്കോ. വലാ തറുദ്ദഹു, തിരിച്ചു കൊടുക്കൊന്നും വേണ്ട, തിരസ്കരിക്കൊന്നും വേണ്ട. ഖുസൂസൻ, പ്രത്യേകിച്ച് തിരസ്കരിക്കരുത്. ഇദാ കുന്ത മുഹ്താജൻ ഇലൈഹി, ഈ കിട്ടുന്ന സാധനം നിനക്ക് ആവശ്യം വരുന്ന സാധനമാണെങ്കിൽ, ഈ കിട്ടുന്ന വസ്തു അല്ലെങ്കിൽ കിട്ടുന്ന ധനം നിനക്ക് ആവശ്യം വരുന്ന സാധനമാണെങ്കിൽ തിരസ്കരിക്കാതിരിക്കണം, തിരസ്കരിക്കരുത്, പ്രത്യേകിച്ച് കൊടുക്കരുത്. പക്ഷേ വലക്ക, നിനക്ക് അവകാശമുണ്ട് അന്തറുദ്ദഹു, തിരസ്കരിക്കൽ, വേണ്ടാന്ന് പറയൽ, അല്ലെങ്കിൽ വാങ്ങിയതിനെ തിരിച്ചു കൊടുക്കൽ. എപ്പോൾ? ഇദാ അലിംത അന്ന ഫി റദ്ദി സ്വലാഹൻ ലിദീനിക വഖൽബിക, തിരിച്ചു കൊടുക്കുന്നത് അല്ലെങ്കിൽ തിരസ്കരിക്കുന്നത് നിന്റെ ദീനിനോ നിന്റെ ഹൃദയത്തിനോ അത് ഗുണമുണ്ട് എന്ന് വന്നെങ്കിൽ തിരിച്ചു കൊടുക്കുന്നതിന് യാതൊരു കുഴപ്പമില്ല. അഥവാ തിരിച്ചു കൊടുക്കലാണ് നിന്റെ കൽബിന് സന്തോഷം, തിരിച്ചു കൊടുക്കലാണ് നിന്റെ ദീനിന് ഗുണം എന്ന് തിരിച്ചു കൊടുക്കാം. അമ്മ ഇതാ റദത്ത, അതേ സമയത്ത് നീ റിട്ടേൺ ചെയ്യുകയാണെങ്കിൽ അജ്ലിൽ ജാഹി, നിന്റെ വമ്പത്തരം കാണിക്കാൻ വേണ്ടിയിട്ടാണ് നീ തിരിച്ചു കൊടുക്കുന്നതെങ്കിൽ, നിന്റെ കീർത്തി പരക്കാൻ വേണ്ടിയിട്ട്, എല്ലായിടത്തിലും നിന്നെ കുറിച്ച് കേളി ഉണ്ടാകാൻ വേണ്ടി, വായുക്കാല, നിന്നെ കുറിച്ച് ആളുകൾ പറയാൻ വേണ്ടി, പിന്നെ ഇന്ന ഫുലാനൻ ലാ യഖ്ബലു ദുനിയ, ഇങ്ങനെ ഒരു ചങ്ങായി ഉണ്ട്, മൂപ്പർക്ക് ദുനിയാവിനോടൊന്നും ആഗ്രഹമില്ല, കൊടുത്താലൊന്നും നോക്കൂല, ഭയങ്കര മഹാന എന്നൊക്കെ പറഞ്ഞ് വേഗം എന്താവും നിന്നെ കുറിച്ചിട്ട് വലിയ അഭിപ്രായം, നീ കാര്യമായ എന്തോ ആളാണ്, ഔലിയാണോ, അങ്ങനെയാണോ ഇങ്ങനെയാണെന്നൊക്കെ പരക്കാൻ, വാർത്ത പരക്കാൻ, അതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു തക്കിടിയാണെങ്കിൽ നീ വലിയ കുറ്റത്തിലാണ് അകപ്പെട്ടിട്ടുള്ളത്. സൂക്ഷിക്കണേ പോലെ അങ്ങനെ വരരുത്. അപ്പൊ പിന്നെ ദാനങ്ങൾ തിരസ്കരിക്കുന്നത് മൂലം തന്റെ എന്തെങ്കിലും സ്ഥാനമാന നേട്ടങ്ങൾ ലക്ഷ്യം വെച്ചിട്ടാണെങ്കിൽ ആ തിരസ്കാരം തെറ്റാണ്.
അല്ലാതിരുന്നാൽ ചോദിക്കാതെ കിട്ടിയതൊക്കെ വാങ്ങണം, തിരസ്കരിക്കാതിരിക്കണം. അതാണ് അതിന്റെ മര്യാദ. അതേ സമയത്ത് മഹാനവറുകൾ പറയുന്ന വല തഖ്ബലിൽ ഹറാം, ഹറാമായ മുതല് വെച്ച് നീട്ടിയാൽ വാങ്ങരുത്, സ്വീകരിക്കരുത്, വേണ്ട വേണ്ട എന്ന് പറയണം. വല മാഫി ശുബ്ഹത്തുൻ ലാഹിറ, പ്രകടമായ കലർപ്പുള്ള സ്വത്താണ്. ഹറാമൊന്നും ഉറപ്പില്ല, പക്ഷെ മൂപ്പര കയ്യിൽ ഹറാമും ഉണ്ട് ഹലാലും ഉണ്ട്, കലർന്നിട്ടുള്ള സ്വത്താണ്. എന്നാൽ അത് പ്രകടമായ കലർപ്പാണ്, എല്ലാവർക്കും അറിയാം അയാളുടെ സ്വത്ത് അത്ര ശുദ്ധിയില്ല എങ്കിൽ അങ്ങനത്തെ സ്വത്തുക്കളും തിരസ്കരിക്കാം. ചോദിക്കാതെ കിട്ടിയതാണെങ്കിൽ തിരസ്കരിക്കാം. അല്ലാതെ കിട്ടുന്നത് നമ്മൾ തിരസ്കരിക്കരുത്. നമുക്ക് ആവശ്യമുള്ളതാണോ സ്വീകരിക്കണം. ഞമ്മക്ക് ആവശ്യമില്ല, വേറൊരുത്തർക്ക് ആവശ്യം ഉണ്ടാവുമോ, നമ്മൾ വാങ്ങിയിട്ട് വേറൊരാൾക്ക് കൊടുക്കാം. എന്നാലും നമ്മൾ തിരസ്കരിക്കുമ്പോൾ ആ തന്ന ആൾക്ക് ചെറിയൊരു മാനസികമായ പ്രയാസം ഉണ്ടാവും, അത് പരിഗണിക്കണം. പിന്നെ ചോദിക്കാതെ കിട്ടുന്നത് അല്ലാഹുവിൽ നിന്നുള്ള ബറക്കത്തും റഹ്മത്തുമാണ് എന്ന് ചിന്തിക്കണം. മഹാനായ നബിയുല്ലാഹി അയ്യൂബ് അലൈഹിസ്സലാം ചരിത്രം തീർത്തൊരു ജീവിതമായിരുന്നു അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ. ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും രോഗങ്ങളും അങ്ങനെ അതിൽ ആണ്ട് പരീക്ഷിക്കപ്പെട്ടവരാണ്. പക്ഷെ അതിന്റെ ശേഷം എന്താ പറയുക, വളരെ പെട്ടെന്നുള്ള മാറ്റവും അതുപോലെ തന്നെ ജീവിതത്തിൽ വല്ലാത്ത ഒരു വ്യത്യാസവും ഉണ്ടായിത്തീർന്നിട്ടുള്ള അത്ഭുതങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ജീവിതമാണ് അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ. അങ്ങനെയാണ് ഒരു ദിവസം ഒരു കുളത്തിൽ കുളിക്കാൻ ഇറങ്ങിയ സമയത്ത് വെട്ടുകിളികൾ വന്നിങ്ങനെ മുന്നിലേക്ക് വീഴാണ്. സാധാരണ വെട്ടുകിളിയല്ല, സ്വർണത്തിന്റെ വെട്ടുകിളികളാണ്. സ്വർണ്ണാണ് വന്ന് വീഴുന്നത്. ബഹുമാനപ്പെട്ടവരെന്തേലും ഇത് ഒക്കെ കൂടി വാരി കൂട്ടാൻ വേണ്ടി തത്രപ്പാട് കൊണ്ടാണ് അയ്യൂബ് നബി അലൈഹിസ്സലാം. അപ്പൊ ആ സമയത്ത് ഒരു അശരീരി വെളിയുണ്ടായി. അയ്യൂബ് നബിയെ വിളിച്ചിട്ട് പറയാണ്, യാ അയ്യൂബ് അലം അകുൻ അവനൈതുക അമ്മാ തറ. അയ്യൂബ്, ഇതിന്റെ ഒന്നും ആവശ്യങ്ങൾക്കില്ലല്ലോ, അല്ലാണ്ട് ഇഷ്ടം പോലെ നിങ്ങൾക്ക് തന്നിട്ടില്ലേ, ഇതിപ്പോ ഇങ്ങനെ വാരി കൂട്ടേണ്ട ആവശ്യമുണ്ടോ, വെറുതെ കിട്ടേണ്ടത് അല്ലാണ്ട് നിങ്ങൾക്ക് ഇല്ലേ എന്ന് ചോദിച്ചപ്പോ അജാബഹു, ആ അശരീരിക്ക് അയ്യൂബ് നബി അലൈഹിസ്സലാം മറുപടി പറയുന്നത് അതേ പടച്ചവനെ, അല്ലാഹുവേ നിന്റെ പ്രതാപം തന്നെ സത്യം, വലാകിൻ ലാ ഗിനാബി അൻ ബറകതിക, നീ തരുന്ന ബർക്കത്ത് എത്ര കിട്ടിയാൽ എനിക്ക് മതിയാവൂല. ചോദിക്കാതെ കിട്ടുന്നതാണ്, അഭൗതികമായി ലഭിക്കുന്നതാണ്. അഭൗതികമായിട്ടൊക്കെ വരുന്ന അല്ലാഹുവിൽ നിന്നാണ്. അപ്പൊ നമുക്ക് എത്രയും കിട്ടിയാൽ മടുപ്പ് വരരുത്, വരൂല. കാരണം അല്ല നേരിട്ട് തരുന്നതല്ലേ. അപ്പൊ അല്ലാഹുവേ നിന്റെ ബർക്കത്തിനെ തൊട്ട് നമുക്ക് എത്ര കിട്ടിയാലും അത് മതി വരുന്നതല്ല എന്ന് ബഹുമാനപ്പെട്ട അയ്യൂബ് നബി അലൈഹിസ്സലാം എന്ത് ചെയ്തു പറഞ്ഞു. അപ്പോ ചോദിക്കാതെ കിട്ടുന്ന ദാനങ്ങൾ സന്തോഷപൂർവ്വം നമുക്ക് സ്വീകരിക്കാം. നമുക്ക് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും മുതലാളിയാണെങ്കിലും അല്ലെങ്കിലും ഒക്കെ സ്വീകരിക്കാം. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ കാണാൻ ഒരിക്കൽ അബൂ ജഹ്ൽ എന്ന് പറയുന്ന ഒരാൾ നല്ലൊരു കുപ്പായം കൊണ്ടുവന്നു അല്ലാഹുവിന്റെ ദൂതൻ അങ്ങനെ സമ്മാനിച്ചു. അങ്ങനെ ആ കുപ്പായം അല്ലാഹുവിന്റെ ദൂതൻ ഇഷ്ടത്തോടു കൂടി ഇട്ടിട്ട് നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞപ്പോ വേറെ ഈ കുപ്പായം ഊരി അല്ലാഹുവിന്റെ ദൂതൻ എന്നിട്ട് പറഞ്ഞു, ഞാൻ ഈ കുപ്പായം ഇട്ടിട്ട് നിസ്കരിച്ചതാണ്, പക്ഷെ നിസ്കാരത്തിന്റെ ഇടയിൽ എന്റെ നോട്ടം ഈ കുപ്പായത്തിലേക്കായി. കുപ്പായം എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു ഒറ്റക്കളവ് കുപ്പായല്ല, ചെറിയൊരു പുള്ളിയും കലകളൊക്കെ ഉള്ള ചിത്രമൊക്കെ ഉള്ള കുപ്പായം. അപ്പൊ ചിത്രത്തിലേക്ക് എന്റെ നോട്ടം പോയി. അപ്പൊ അതുകൊണ്ട് ഈ കുപ്പായം എന്റെ നിസ്കാരത്തിന് തകരാറ് വരുത്തും, എന്റെ ദീനിന് തകരാറ് വരുത്തും. അതുകൊണ്ട് വേഗം ഈ കുപ്പായം അഴിച്ചിട്ട് പറഞ്ഞു, മോനെ ഇത് കൊണ്ടുപോയിട്ട് അബൂ ജഹലിനെ കൊണ്ടുപോയി തിരിച്ചു കൊടുത്തു. അദ്ദേഹം ദാനം ചെയ്തതാണ്, അദ്ദേഹത്തിന് തിരിച്ചു കൊടുത്തു. എന്നിട്ട് ഈ തുണി അംബിജാരിയ, അതേ അബൂ ജഹലിന്റെ അടുത്ത് അംബിജാരിയ വസ്ത്രം കൊണ്ട് വേറൊരു തുണിയുണ്ട്, ഒന്നാമത് ഈ കൊത്തും കലകളും ചിത്രങ്ങളും ഒന്നും ഇല്ലാത്തതാണ്. അപ്പൊ അത് തരാൻ പറയും എന്ന് പറഞ്ഞിട്ടുണ്ടാക്കി കൊടുത്തിട്ട് മാറ്റി വാങ്ങി. ഇതെന്തിനാ? മറ്റേത് അല്ലാഹുവിന്റെ ദൂതനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ദീനിന് അത് ചെറിയൊരു കോട്ടം വരുത്തുന്നുണ്ട്. കാരണം നിസ്കാരത്തിൽ ശ്രദ്ധ തെറ്റിപ്പോകുന്നുണ്ട്, അതുകൊണ്ട് ഒഴിവാക്കി. അത്രയും സൂക്ഷ്മത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പുലർത്തിയിട്ടുണ്ട്. അപ്പൊ ഇന്നിപ്പോ ദീന് വടക്കാക്കുന്നത് എന്താ? ഇപ്പൊ വയസ്സായ ഉപ്പ സാധാ ഒരു ലോക്കൽ മൊബൈൽ കോൾ ചെയ്യാൻ വേണ്ടി മാത്രം ഉപയോഗിക്കണ മൊബൈൽ അത് തന്നെ ഉപയോഗിക്കാൻ അത്ര തന്നെ അറിയില്ല. അങ്ങനത്തെ വാപ്പാക്കും വേണ്ടി മോൻ എന്താ ചെയ്യുന്നത്? ഗൾഫിൽ നിന്ന് ഭയങ്കര എല്ലാ ഫങ്ഷൻസും ഉള്ള മൊബൈൽ എന്ത് ചെയ്യാണ്? ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തേക്കണം. അപ്പൊ മക്കള് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തയച്ചാൽ ഉപയോഗിക്കണല്ലോ. ഈ കാക്ക
ഇതും വാങ്ങിയിട്ട് എന്ത് ചെയ്തു? പിന്നെ ഇതിന്റെ ഫംഗ്ഷൻ പഠിക്കലും പിന്നെ ഇതുമലും പിന്നെ സാധാരണ യാസീൻ ഓതലുണ്ടായിരുന്നു, ദിക്ർ ചൊല്ലലുണ്ടായിരുന്നു, ഒരുപാട് ഖൈറാത്തുകൾ ഇബാദത്തുകൾ ജീവിതം അവസാനിക്കാൻ പോകുന്നു. അപ്പൊ കുറെ നന്മകൾ ചെയ്ത് കൂട്ടുകയാണ്. അതിനൊക്കെ തടസ്സമായി ഈ മൊബൈൽ. വാസ്തവത്തിൽ അങ്ങനെ വന്നാൽ ഈ വാപ്പ എന്ത് ചെയ്യണം? തന്റെ ദീനിന് കുറവ് വരും എന്ന് കണ്ട മോനെ എനിക്ക് ഈ മൊബൈൽ വേണ്ട, എനിക്ക് സാധാരണ ഏതെങ്കിലും ഒരു ചെറിയൊരു മൊബൈൽ കോൾ ചെയ്യാൻ, അഥവാ ഞാൻ ഇടയ്ക്ക് ഒറ്റപ്പെട്ടു പോയാൽ പുറക്കാർ വിളിച്ചാൽ തിരിച്ച് പറയാനുള്ള ഒരു മൊബൈൽ മതി എന്ന് പറയേണ്ടതുണ്ട് എന്നാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രത്തിൽ നമുക്ക് പറയാനും പഠിക്കാനുള്ളത്. എന്നാൽ ഖുർആൻ പറയുന്ന ഒരു ചരിത്രമുണ്ട്. സുലൈമാൻ നബി അലൈഹിസ്സലാമിന് ബിൽഖീസ് രാജ്ഞി വലിയ സമ്മാനം കൊടുത്തേച്ചു. സുലൈമാൻ നബി വാങ്ങിയില്ല, തിരിച്ചു കൊടുത്ത ജനത്ത് വേണ്ടാകും. അപ്പൊ അങ്ങനെ തിരസ്കരിച്ച ഒരു ചരിത്രവും ഖുർആനിലുണ്ട്. അതെന്തിനാണെന്നറിയോ? അത് ബിൽഖീസ് രാജ്ഞി ഈ ഹദിയ കൊടുത്തയച്ചത് തന്നെ സുലൈമാൻ നബിയെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. എന്താ പരീക്ഷ? ഇന്നി മുർസിലത്തുൻ ഇലൈഹിം ബിഹദിയ. ബിൽഖീസ് പറഞ്ഞു ഞാൻ സമ്മാനം കൊടുത്തയക്കും. ഇത് വാങ്ങുന്നവരുടെ പ്രതികരണം എന്താണെന്ന് ഞാൻ നോക്കി കാണുകയാണ്. എന്നിട്ട് ഞാൻ വിലയിരുത്തും ഈ കത്തയച്ചയാള് പ്രവാചകനാണോ അതല്ലെങ്കിൽ വേറെതെങ്കിലും ഭൗതിക ലാഭത്തിന് വേണ്ടി നിലകൊള്ളുന്ന ആളാണോ എന്ന് ഞാൻ പരിശോധിച്ചറിയും എന്ന് ആദ്യമേ നിജത്താക്കിയിട്ടാണ് കൊടുത്തേക്കുന്നത്. അത് ആരറിയും? അല്ലാഹുവിന്റെ പ്രവാചകരല്ലേ, സുലൈമാൻ നബി അറിയും. ഈ കൊടുത്തയച്ച ഹദിയ സമ്മാനം എന്നുള്ള നിലക്കല്ല, പരീക്ഷ എന്നുള്ള നിലക്കാണ്. ഈ പരീക്ഷയിൽ ജയിക്കണം. എന്താണ് അവരുടെ പരീക്ഷ? സ്വത്തും മുതലിനോട് ആഗ്രഹമുള്ള ആളാണെങ്കിൽ ഞാൻ കൊടുത്ത സമ്മാനം വാങ്ങും. അതല്ല ഒറിജിനൽ പ്രവാചകനാണെങ്കിൽ ദുനിയാവിനോട് വിരക്തി ഉണ്ടാവും, അദ്ദേഹം ഇത് തിരസ്കരിക്കും. ഇതാണ് ഈ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് അവർ കൊടുത്തയച്ചത്. സുലൈമാൻ നബി പറഞ്ഞു വേണ്ട, തിരസ്കരിച്ചു. അതോടുകൂടിയാണ് ബിൽഖീസ് രാജ്ഞിക്ക് മനസ്സിലായത് ഇത് സാധാരണ മനുഷ്യനല്ല, ദുനിയാവിനോട് ആഗ്രഹമുള്ള ആളല്ല എന്ന് മനസ്സിലാക്കിയിട്ടാണ് ബിൽഖീസ് രാജ്ഞിയും പരിവാരവും സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ ദർബാറിലേക്ക് വന്നു ഇസ്ലാം മതം സ്വീകരിച്ച ചരിത്രം പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അതാണ് ദൂതര് പറഞ്ഞു നമ്മൾ ചില മര്യാദകൾ പാലിക്കണം. അജീബുദ്ദാഇയ, എന്റെ വീട്ടിൽ ഇന്നൊരു പരിപാടി ഉണ്ട് എന്ന് പറഞ്ഞൊരാൾ ക്ഷണിച്ചാൽ ആ ക്ഷണം നിങ്ങൾ സ്വീകരിച്ച് അവിടെ പോകണം. വിളിച്ചെടുത്ത് പോണോ? അതേ സമയത്ത് വിളിക്കാത്തടുത്ത് പോകരുത്, വിളിച്ചെടുത്തിൽ പോണോ? അത് മുസ്ലിമിന്റെ ഒരു മര്യാദയാണ്. വല തുറുദുൽ ഹദിയ, സമ്മാനം കിട്ടിയാൽ റിട്ടേൺ ചെയ്യാൻ തിരസ്കരിക്കരുത്. വല തുദ്രിബുൽ മുസ്ലിമിൻ, വിശ്വാസികളെ തല്ലരുത്. ചില്ലറ കാരണങ്ങൾ പറഞ്ഞ് ഒരു വിശ്വാസി എന്നുള്ള പരിഗണന മറ്റാരെക്കാളും കൂടുതൽ അവർക്ക് കൊടുക്കണം. അതൊക്കെ നമ്മൾ പാലിക്കേണ്ട മര്യാദയാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു നമുക്കൊക്കെ ഖൈർ നൽകട്ടെ, നന്മയുടെ ആളുകളായി അല്ലാഹു നമ്മളെ വളർത്തിത്തരട്ടെ, എല്ലാവിധ നന്മകൾക്കും തൗഫീഖ് വർദ്ധിപ്പിക്കട്ടെ, സ്വർഗത്തിന്റെ അഹലുകാരാക്കി അല്ലാഹു മാറ്റട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.